നടന്നു കയറുന്നത് ഷോപ്പ് നമ്പർ 34 പണ്ഡിറ്റ് ഗയാ പ്രസാദ് ശിവചരൺ എന്ന് പറഞ്ഞ പൊറോട്ട വാല ഗല്ലിയിലെ ഈ പൊറോട്ട ഷോപ്പിലേക്കാണ്. രാജ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ മകൾ ശ്രീ ഇന്ദിരാഗാന്ധിയും രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള BJP രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഭക്ഷണം കഴിച്ചിട്ടുള്ള പൊറാട്ട കഴിച്ചിട്ടുള്ള ഷോപ്പ് നമ്പർ 34 നിന്നും നമ്മൾ ട്രൈ ചെയ്യുന്നത് അവരുടെ മിക്സ് പൊറാട്ടയാണ്. ചട്നിയും ആലുവിൻ്റെ കറിയും മധുരമുള്ള ഇമലിയുടെ ചട്നിയും ചേർത്താണ് ഇവർ പൊറോട്ട നൽകുന്നത്. സാധാരണ പൊറോട്ടകളിൽ നിന്നും വ്യത്യസ്തമായി പ്യൂർ ഗീയിൽ പൂരി പൊരിക്കുന്നത് പോലെ പൊരിച്ചാണ് ഇവർ പൊറോട്ടകൾ നൽകുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല, ഇതെൻ്റെ ഉറപ്പാണ്. गुड बाय रहमतुल्लाह। भैया आप कितने साल से ये शॉप चला रहे हैं वैसे यहाँ पे? मैं तो 4th नंबर का लड़का हूँ अपने। ओके, हाँ ठीक है, 4th जनरेशन। हाँ, और 27-28 साल तो मुझे खुद होगा, 28 ईयर मेरे को। ओके, और आपकी भाई का नाम क्या है? अरशद भाई है, फिर ये थे इनसे बड़े वाले भाई हैं, फादर के फादर सब चलाते भाई। हमारा ये पुराना काम है खाने का। ओके, ये वर्ल्ड फेमस सारे ब्लॉगर्स यहाँ पे आके ब्लॉग कर चुके हैं। कौन कौन आए थे वैसे? सब आते रहते नाम। हाँ ओके, बहुत सारे लोग हमने भी वीडियो देखे। अनुभव सबरा सर, वो बहुत ऊपर वाला की ऊपर। चलो, 200 വർഷത്തിന് മുകളിൽ കബാബിന്റെ രുചികൾ ജമാ മസ്ജിദിന്റെ ഗല്ലികളിൽ വാരി വിതറുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം തന്നെ 35 വർഷത്തോളമായി ഈ കടയിൽ ഉള്ളത്. ഇദ്ദേഹത്തിന്റെ ചേട്ടൻ, ഇദ്ദേഹത്തിന്റെ പിതാവ്, അവരുടെ പിതാവ്, അവരിൽ നിന്നും പകർന്നു കിട്ടിയ രുചിയുടെ വകഭേദങ്ങളാണ് ചിക്കൻ ടിക്കയിലൂടെയും കബാബിലൂടെയും അതുപോലെ തന്നെ റുമാലി റൊട്ടിയിലൂടെയും ഇന്ന് ചാന്ദ്നി ചോക്കിൻ്റെയും അതുപോലെ തന്നെ ജമാ മസ്ജിദിൻ്റെയും തെരുവുകളിൽ രസത്തിൻ്റെ മുകുളങ്ങളായി അലയടിക്കുന്നത്. നിലമ്പൂരും കോഴിക്കോടും വളാഞ്ചേരിയിലും തിരൂരിലുമുള്ള മലയാളി മുത്തുകളാണ് ഖുറേഷി കബാബിൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ ജമാ മസ്ജിദിൻ്റെ തെരുവുകളിലൂടെ മലയാളികളുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എവിടെ പോയിട്ടാണ് വരുന്നത്? ഓക്കെ, കോഴിക്കോട് എവിടെയാ? കാശ്മീർ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഡൽഹി എങ്ങനെയുണ്ട്? ചെയ്തോണ്ടിരിക്കുന്നോ? നിങ്ങളിപ്പോ ഇവിടുന്നാണ് തുടങ്ങുന്നത്? ഓക്കെ, ഇത് വേൾഡ് ഫേമസ് ഖുറേഷി കബാബാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടുത്തെ ബീഫ് കബാബും അതുപോലെ ചിക്കൻ ടിക്കയും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ബീഫ് ഫ്രൈ ചെയ്യണം, അതുപോലെ തന്നെ ചിക്കൻ ടിക്കയും. അപ്പൊ ഓക്കെ, അപ്പൊ കാണാൻ നമ്മൾ കണ്ടതിൽ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. കാണാം. അപ്പോൾ